If you want something said, ask a man. If you want something done, ask a woman. മിർച്ചി വാവ് വേർഡ്സ് ഓഫ് വിമനിൽ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ലോയർ ആണ്, ആങ്കർ ആണ് അല്ലെ, അതേപോലെ തന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആണ് അന്നപൂർണ. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു പാർവതി. യെസ്, അപ്പൊ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ചേച്ചിനെ കാണുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു മുഖം രുദ്രന്റെയാണ്. അപ്പം രുദ്രന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? എവിടെയാണ് ഇപ്പം കക്ഷി? രുദ്രൻ ഇപ്പൊ സ്കൂളിലാണ്. 3.5 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രുദ്ര നമ്മുടെ ലൈഫിൽ വന്നതിന് ശേഷം ചേച്ചിയുടെ ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ്, മേജർ ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? എല്ലാം മൊത്തത്തിൽ നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചു കുലിക്കോ പോലെയായിരുന്നു. എന്താണ് സിസേറിയൻ കഴിഞ്ഞ് എണീക്കുന്നതും അതിന് മുമ്പുള്ള ലൈഫ്. നമ്മള് രുദ്രൻ വന്നതിന് ശേഷം എന്താ നമുക്ക് ഒരാൾ നമ്മളെ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നതായിരിക്കും നമ്മുടെ കുട്ടികളായിരിക്കും. പ്രത്യേകിച്ച് ആ ഒരു ഫേസിൽ. അപ്പോൾ ഇത്രയും കിട്ടുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ രാവിലെ ചിലപ്പോൾ എനിക്കൊരു പൂ പറിച്ചു തരും, അല്ലെങ്കിൽ എന്റെ അടുക്കൽ പറയും ഈ പൊട്ട് തൊടണ്ട, എന്നെ പൂ ബ്ലാക്ക് സർക്കിൾ പൊട്ട് തൊട്ടാ മതി. ചിലപ്പോ വന്ന് എന്തെങ്കിലും കാര്യം പറയും, ഒന്നും ഉണ്ടായി ഇങ്ങനെ വന്ന് കൈ ഒന്ന് പിടിച്ചു തരുമായിരിക്കും നമ്മൾ മുഖം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട്. വീഡിയോസ് കാണുമ്പോഴും വളരെ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഞാൻ ഈ പറയുന്ന ടോക്സിക് പോസിറ്റിവിറ്റി അല്ല, നമുക്ക് കാണാൻ ഭയങ്കര സന്തോഷം. അങ്ങനെയുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എല്ലാ ദിവസവും കാണുമ്പോൾ നമുക്കും ആ എനർജി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഒരു പേരന്റിംഗ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഇപ്പൊ വളരെ ചർച്ചാ വിഷയമായി നടക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ചേച്ചി മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത്? ഞാൻ കഴിയണതും ഇപ്പൊ അങ്ങനെ ഒരു പെർഫെക്റ്റ് പാരന്റ് എന്നുള്ള അതിലേക്കൊന്നും ഈ അടുത്തെങ്ങും എത്താൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. നമുക്ക് അപ്പം റൈറ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പിന്നെ എന്നാലും ചില കാര്യങ്ങളിൽ ചില സമയത്ത് എനിക്കും എൻ്റെ ടെമ്പർ നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ചിലപ്പം ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ അറിയാതെയൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് പോവാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒന്നും ജനറേഷന് ഫെമിലിയർ അല്ലാത്തൊരു കാര്യമാണ് അവൻ്റെ ലെവലിൽ ഇരുന്ന് അവനെ നോക്കി സോറി അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അമ്മ ടയർഡായി പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അമ്മ പേടിച്ചു പോയതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ചിലപ്പം കുട്ടികൾ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് കാര്യം ചെയ്ത് കഴിയുമ്പം ഒന്ന് വഴക്ക് പറയാനായിരിക്കും ഒരു ടെൻഡൻസി വരിക. ഒന്ന് വഴക്ക് പറഞ്ഞു പോയാലും സോറി കുട്ട, അമ്മയ്ക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. അപ്പം ചിലപ്പോൾ പറയും സോറി ഒന്നും പറയണ്ട, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ അന്ന പോയേ, സാരമില്ല അമ്മ എന്നുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ സോറി പറയണത് കൊണ്ട് ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ഭയങ്കര ടാൻട്രം ഒക്കെ എറിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് സോറി അമ്മ എന്ന് അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് തിരിച്ചു വന്ന് പറയാൻ പറ്റും. അപ്പോൾ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുകയും കൂടെ ചെയ്യുന്നത്. റെസ്പെക്ട്ഫുൾ പാരന്റിങ് എന്നുള്ളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് മുഴുവനൊന്നും എത്തിയിട്ടില്ല, എന്നാലും ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞോണ്ടായി പോകും. അപ്പം ഈ ഒരു മൾട്ടി ടാസ്കിങ് ഉണ്ട്, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ലോയർ ആണ്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഈ ഇന്റർവ്യൂവിന് ഞാൻ വിളിയാണ്. അപ്പൊ അത്രയും ടൈറ്റ് ഷെഡ്യൂളിൽ പോകുന്നു, അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് കാണുന്നു. അപ്പൊ ഇത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? എങ്ങനെയൊക്കെയോ നടന്നു പോകുന്നതാണ്. നമ്മൾ പിന്നെ വിമൻസ് ഡേ സ്പെഷ്യലും കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ചും എനിക്കിപ്പം മോനെ പ്രഗ്നന്റ് ആവുന്നത് വരെ, അല്ലെങ്കിൽ മോന് ഉണ്ടാവണ വരയ്ക്കും എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് വേറൊരാളെ ആശ്രയിക്കാതെ, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, വേറൊരാളുടെ ഷെഡ്യൂൾ നോക്കാതെ എനിക്ക് പോകുമായിരുന്നു. പക്ഷെ രുദ്രൻ ഉണ്ടായി 3 months ഞാൻ തിരിച്ച് എൻ്റെ വർക്ക് സ്പേസിലോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു സ്ത്രീയുടെ സാന്നിധ്യമാണ് അമ്മ മോനെ നോക്കുന്നതുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പം മൾട്ടി ടാസ്കിങ് എന്ന് പറയുമ്പം മുഴുവൻ കാര്യവും ഞാൻ തന്നെയല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് സമാധാനമായിട്ടിരിക്കുന്നത് എൻ്റെ മോനെ എൻ്റെ അമ്മ നോക്കുന്നുണ്ട്, ഏറ്റവും ഒരു സേഫസ്റ്റ് കയ്യിലാണ് എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പം ഇത് ഒക്കെ കൊണ്ടുപോകുന്നത് നമ്മളൊരു രീതിയിലുള്ള എന്താണ് ഒരു ഞാനുമക്കളി എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങ് പോവാണ്. പക്ഷെ അവനും ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ഇപ്പം രാവിലെ ആദ്യമൊക്കെ ഞാൻ കോർട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും സമ്മതിക്കില്ലായിരുന്നു. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു, നീ കരയണ കണ്ട് പോവുകയാണെങ്കിൽ അമ്മയ്ക്ക് സങ്കടമായിരിക്കും, കോടതിയിൽ ഇരിക്കുമ്പോഴൊക്കെ അമ്മ അത് ഓർത്തിട്ടായിരിക്കും ഇരിക്കണേ. അപ്പം അമ്മ പോയിട്ട് വരൂ, സി യു ടു നൈറ്റ്, സി യു ടുമോറോ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞ് അങ്ങനെ വിടാൻ തുടങ്ങി. ഇപ്പം അവന് മനസ്സിലാവും നമ്മൾ ജോലി ചെയ്യുന്ന ആളാണ്, നമുക്ക് ഇങ്ങനെ ഇപ്പോൾ വർക്ക് കോൾസ് വരികയാണെങ്കിൽ ഞാൻ കോടതിയിൽ നിന്നുള്ള കോളാന്ന് പറഞ്ഞിട്ടാണ് എടുക്കുക. അപ്പം കോടതിയിൽ നിന്നുള്ള കോളാന്ന് പറഞ്ഞാൽ കുറേയൊക്കെ അവൻ ചിലപ്പം ബഹളം വെക്കാതിരിക്കും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര എന്താണ് ശ്രദ്ധയൊക്കെ വേണ്ടതാണ്. ഇപ്പൊ ഫോൺ തന്നെ ഇപ്പൊ പകലും മുഴുവൻ സൈലന്റ് ആയിരിക്കും നമ്മള് കോർട്ടിലിരിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ
നമുക്ക് മറ്റുള്ളവരെ പോലെ എളുപ്പമൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എനിക്ക് സന്തോഷമുണ്ട്, കാര്യം എനിക്ക് വർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യ സമയം മോനും കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ. ഇപ്പൊ അമ്മേനെ പറ്റി പറഞ്ഞപ്പം ഞാനൊരു ഇന്റർവ്യൂല് കണ്ടതാണ്, അതായത് കൈലാസേട്ടൻ ഇങ്ങനെ ചേച്ചിയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ആദ്യം അമ്മയോട് പോയി സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞ ഒരു സെന്റൻസ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. എന്റെ മകൾ ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും എന്നൊരു അമ്മ പറയണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സംഭവം. അത് അച്ഛനാണത്, അച്ഛനോട് സംസാരിക്കാനാണ് ഞാൻ പറഞ്ഞത്. അച്ഛനാണ് ഈ കാര്യം പറഞ്ഞത്. പക്ഷെ അമ്മയെടുക്കലാണ് ഞാൻ ഫസ്റ്റ് പോയി പറഞ്ഞത്. അമ്മയെടുക്ക പറഞ്ഞപ്പം അമ്മയ്ക്ക് ഒട്ടും സർപ്രൈസ് ഒന്നും ഇല്ലായിരുന്നു. അമ്മ ഇത് എപ്പോ വരും ഇങ്ങനെ ഒരു ചോദ്യം എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അമ്മ ഒട്ടും സർപ്രൈസ്ഡ് അല്ലാതെയാണ് അത് കേട്ടത്. അപ്പൊ ശരിക്കും ചേച്ചിയുടെ പേരൻസ് എങ്ങനെയായിരുന്നു? ചേച്ചിയുടെ ആ ഒരു വളർത്തിക്കൊണ്ടുവന്നൊരു രീതി ഉണ്ടല്ലോ. എൻ്റെ അച്ഛൻ നമുക്ക് ഒരു സമയത്തും ഒരു രീതിയിലുള്ള പ്രഷറൊന്നും തന്നിട്ടില്ല. ഇപ്പൊ പരീക്ഷയുടെയൊക്കെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, 10th സ്റ്റാൻഡേർഡിൽ എനിക്ക് ഏതോ ഒരു എക്സാമിന്റെ അന്ന് രാവിലെ ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ കോയിൻ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ സാരില്ലടാ പോട്ടെ, പാസ് മാർക്ക് മേടിച്ചാൽ മതി, ഇനിയിപ്പോൾ കുഴപ്പമില്ല, മറ്റേ തോറ്റാലും സേ എഴുതാലോ എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ ഒരു രീതിയിലും അങ്ങനെയുള്ള ഒരു പ്രഷറുകളൊന്നും തന്നിട്ടില്ല. പിന്നെ അമ്മയാണെങ്കിലും എല്ലാം ഞാൻ പഠിച്ച് LLB 5 year കോഴ്സ് പഠിച്ച് എൻറോൾ ചെയ്യുന്നത് വരെ അമ്മ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അമ്മയ്ക്ക് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതല്ലാതെ അമ്മയ്ക്ക് വേറെ സ്വകാര്യ താല്പര്യങ്ങളൊന്നും ഇല്ല നിൽക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അമ്മ നാട്ടിലോട്ട് വരുന്നതും അമ്മയുടെ ഇഷ്ടങ്ങൾ അമ്മ അതിൻ്റെ പുറകെ പോകുന്നു. കൃഷിയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ വീട്ടിലോട്ടുള്ള ഇപ്പൊ നെല്ലാണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും മഞ്ഞളാണെങ്കിലും എല്ലാം നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വീട്ടില് കൃഷി ചെയ്തെടുക്കുന്ന ഒരു സ്ഥിതിയിലോട്ടൊക്കെ മാറി. പിന്നെ എനിക്ക് മോൻ വന്നപ്പോ ഇപ്പൊ എല്ലാം അമ്മ വിട്ടിട്ട് എന്റെ കൂടെ ഉണ്ട്. ഇപ്പം കൈലാസത്തിന് ഇങ്ങനത്തെ ഇഷ്ടം പറഞ്ഞപ്പം ആദ്യം ഷോക്ക്ഡ് ആണ് ഞാൻ ആയത് പറഞ്ഞു. പക്ഷെ അമ്മ പറയണു ഞാൻ ഓൾറെഡി ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അമ്മ എപ്പോഴും പറയും, മറ്റേ ആദ്യം വീട്ടിലോട്ട് മറ്റേ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടെ നിൽക്കുമ്പോഴോ ഒരു ദിവസം വരുന്നത്, വന്നപ്പോ തന്നെ എനിക്ക് അറിയായിരുന്നു എന്നുള്ളത്. അപ്പൊ അത് എന്തുകൊണ്ട് ചേച്ചിക്ക് അത് നേരത്തെ സാധാരണ നമുക്ക് ഒരു ഏകദേശം ശരിയാക്കാനോട് ഇഷ്ടമുണ്ടോ? നമുക്ക് നേരത്തെ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അല്ലയോ, പക്ഷെ എനിക്കത് തോന്നുന്നു. ഇപ്പൊ ഞങ്ങള് രണ്ടുപേരുള്ളതിൽ വെച്ച് ഞങ്ങള് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, അപ്പം വളരെ ക്ലോസ് ആണ്. ഇപ്പൊ കൈലാസ് എന്ന് വെച്ചാൽ എന്റെ ആ കൂട്ടത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ നമ്മളിപ്പൊ ഇങ്ങനെ ഒരു സാധനം അങ്ങനെ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ഞാനും പൊതുവെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും മറ്റെന്റെ പ്രായത്തിലുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ ഒരു നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ നേരത്തെ എനിക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, എനിക്ക് ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ മറ്റേ ബിബി ഡയലപ്പ് കണക്ഷൻ. അപ്പോൾ അങ്ങനെ പൊതുവെ പാരന്റ്സ് തരാത്ത ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രിവിലേജുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് മിസ്യൂസ് ചെയ്യരുത്, ഞാനങ്ങനെ ഇത്രയൊക്കെ കൊടുത്തിട്ട് കണ്ടോ അവള് ചെയ്തതെന്ന് ഒരാളെ കൊണ്ട് പറയിക്കരുത് എന്നുള്ള ഒരു രീതിയിൽ ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്നോട് പറഞ്ഞപ്പോഴും വീട്ടിൽ സംസാരിക്കാന്നുള്ളത് പറഞ്ഞത്. കാരണം എനിക്ക് ഒരിക്കലും ഇത്രയും തന്ന ആൾക്കാരെ ഡിസപ്പോയിന്റ് ചെയ്യരുത് എന്നുള്ളതുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും ഒരു ആങ്കർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ആർട്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ തന്നെ ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം കൈലാസ് മേനോൻ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം നിങ്ങളുടെ മൊത്തത്തിൽ ഈ ആർട്ട് അംബ്രല്ലയിൽ നിൽക്കുമ്പോൾ ഇപ്പൊ കൈലാസിന്റെ ഒരു വർക്കിംഗ് രീതിയൊക്കെ പറയുമോ? അതായത് ചില ആളുകൾ പറയില്ലേ വർക്കിംഗ് സമയത്ത് ആ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല, അങ്ങനത്തെ ഒരു ശീലമാണോ? ഈ ജീവാംശവും ഹിമമഴയൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റിലിരുന്നിട്ട് തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം എല്ലാവരും എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോയാൽ രാത്രിയിൽ തിരിച്ചു വരുള്ളൂ എന്നുള്ളതായിരുന്നു. ഇത് വളരെ ഒരു മനസ്സമാധാനത്തോടെ ചെയ്യേണ്ടതാണ് എന്ന് കരുതിയിട്ട് ഭയങ്കര അടച്ചിരിപ്പും കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ആ ഒരു സമയത്ത് കഴിയണതും നമ്മൾ ഇന്റർഫിയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും എനിക്ക് ഇടയ്ക്ക് മുറി തുറന്ന് പോകാനുള്ള ഒരു ടെൻഡൻസി വരും. പിന്നെ മോനായ ശേഷം മോൻ എന്നെ കാട്ടിലധികം ടെൻഡൻസി ഉള്ളത് കൊണ്ട് ഇപ്പൊ ഒരു വർക്ക് സ്പേസിൽ ഇരുന്നിട്ടാണ് കമ്പോസിങ്ങും കാര്യമൊക്കെ ചെയ്യുന്നത്. ജീവാംശമായ പാട്ടിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, ആ പാട്ടിന്റെ ഒരു ഹിറ്റ് സോങ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു സക്സസിൽ ശരിക്കും പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ഒരു കൈ ഉള്ളത് ചേച്ചിയുടെ ആണെന്ന് പറഞ്ഞു. അതായത് ആ ഒരു വാക്ക് നമുക്ക് എല്ലാവർക്കും വേണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചിയോട് പറഞ്ഞ ആ വാക്ക് മറ്റേ മാറ്റി വീട്ടിലേക്ക് ഞാൻ കേട്ടില്ല. അതെങ്ങനെയായിരുന്നു അത് ആ ഒരു സമയം പറയുക? അത് ആ പാട്ടിന്റെ സക്സസ്, ഈ പറഞ്ഞത് ഒരു സ്നേഹം കൊണ്ടാണെങ്കിലും പക്ഷെ അതിന്റെ ഒരു ശതമാനം പോലും ക്രെഡിറ്റ് എടുക്കാനുള്ള ഒരു കോൺട്രിബ്യൂഷൻ എനിക്ക് അതിനകത്ത് ഉണ്ടായിട്ടില്ല. ഈ വാക്കിന്റെ കാര്യം പറയണത് ശരിയാണ്. ഞാൻ BK ഹരിനാരായണൻ ലിറിസിസ്റ്റ് ഹരിയുടെ വലിയ ഫാനാണ്. ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുമ്പ്
അല്ലെങ്കിൽ നമ്മളിങ്ങനെ ജീവാംശം ഒരുമിച്ച് എഴുതും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതിനെക്കാട്ടിലൊക്കെ മുമ്പേ ഇതുപോലെ വളരെ ആക്റ്റീവായിട്ട് ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഹരി ലിറിക്സ് എഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെയധികം എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇതിന് മുമ്പ് ഒരു ഓപ്ഷൻ ചെയ്ത് അതൊരു കുറച്ച് വളരെ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു സോങ് ആയിരുന്നു. പക്ഷെ ഇത് ചെയ്ത് നല്ല രസമായിട്ട് അത് വന്നു. ഈ ജീവാംശം എന്ന് പറഞ്ഞപ്പം ഈ പാട്ട് ഫസ്റ്റ് കേട്ടപ്പോൾ പലരും പറഞ്ഞു ഇത് കേട്ടിട്ട് ജീവനാംശം എന്നൊക്കെ ഓർമ്മ വരുന്നു എന്നൊക്കെ. ഞാൻ വക്കീലായിട്ട് എനിക്ക് ഓർമ്മ വന്നില്ല ഇത് കേട്ടിട്ട് ജീവനാംശം എന്നുള്ളത്. അങ്ങനെയൊന്നും ഇല്ല, നല്ല വാക്കാണ്, അത് റീപ്ലേസ് ചെയ്യരുത്, അത് അതിന്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്തായാലും അത് വന്നു. ആ ജീവാംശം എന്നുള്ള ഒരു പാട്ടും ഒരു വാക്കും പറഞ്ഞാണ് പലരെയും നമുക്കിപ്പോ പരിചയപ്പെടാൻ പറ്റുന്നത് എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഓരോ പാട്ടുകൾ ഇതുപോലെ ഇങ്ങനെ സക്സസ് ആവുന്ന സമയത്ത് വീട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഞാന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പാട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കും. ഞാൻ അതിൽ വന്നിട്ടുള്ള എല്ലാ കമന്റ്സും ഞാൻ വായിക്കും, ഞാൻ കുത്തിയിരുന്ന് വായിക്കും. മിക്കവാറും എല്ലാ കമന്റിലും ഒരു 2 ലൈക്ക് ഉണ്ടാവും. ഒന്ന് എൻ്റെ ഒന്ന് മദറിനോടെ ആയിരിക്കും. അപ്പൊ എനിക്കറിയാം മറ്റെല്ലാത്തിലും 2ാമത് ലൈക്ക് കാണുമ്പോൾ അത് അമ്മയായിരിക്കും ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാനത് കൃത്യമായിട്ട് അതിനകത്ത് ഫോളോ ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നല്ലൊരു കാര്യം. മാത്രമല്ല ആങ്കറിങ് വളരെ ആക്റ്റീവായിട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ ആ കാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇന്റർവ്യൂ അല്ലെങ്കിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടോ? ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് 2 ഉള്ളത്. ഒന്ന് ഡയമണ്ട് നെക്ലേസ് ഇറങ്ങിയതിന് ശേഷം ഫഹദ് ഫാസിലിനെ ഇന്റർവ്യൂ ചെയ്തത്. പിന്നെ നമ്മളുടെ ചിയാൻ വിക്രം, അവരുടെ 2 പേരുടെയും ഇന്റർവ്യൂസ് ചെയ്തതാണ് ഏറ്റവും മെമ്മറബിൾ. നമ്മള് ഇപ്പോഴും നമുക്ക് ഓർക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷം വരുന്ന 2 ഇന്റർവ്യൂസ് ആണ്. ആങ്കറിംഗിലേക്ക് എങ്ങനെയാ ചേച്ചി കിടന്നത്? ഞാൻ ഒരു ട്രെയിൻ ഡാൻസർ ഒന്നുമല്ല, പക്ഷെ ഒരു ചാനലിന്റെ ഒരു ഡാൻസ് റിയാലിറ്റി ഷോയില് ആദ്യത്തെ ഒരു ഡാൻസ് റിയാലിറ്റി ഷോ, മേ ബി ആദ്യത്തെ 2ാമത്തെ എങ്ങാനായിരുന്നു എന്ന് പറയാം. അതിൽ ഓഡിഷന് വേണ്ടി പോയതാ. ഫസ്റ്റ് റൗണ്ട് ഞാൻ അവരെയൊക്കെ പറ്റിച്ച് കടന്നുകൂടി. സെക്കൻഡ് റൗണ്ട് ഓഡിഷനിൽ അവർക്ക് മനസ്സിലായി എനിക്ക് ഡാൻസ് വലിയ പരിചയമൊന്നുമില്ല എന്ന്. അപ്പം ആ സമയത്ത് ഷംന കാസിമൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടായിരുന്നു ഓഡിഷൻ. പുള്ളിക്കാരിക്ക് ഓർമ്മയുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഓഡിഷനിൽ എന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. പിന്നെ എനിക്ക് അതൊന്നും കോളൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം അങ്ങനെ വിളിച്ചിട്ട് നമുക്കൊരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ടെലിവിഷൻ ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചെയ്ത് കുറച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളുടെ IFFKയുടെ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരുന്നു. എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യുമെങ്കിലും ഈ സംസാരിക്കുന്ന ഒരു ഇത് വരുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ ഈ പാട്ടിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടാറുണ്ട്. അപ്പം ഇങ്ങനെ ശബ്ദം മൈക്കിൽ കൂടെ കേൾക്കുന്നതും ഒക്കെ കുറച്ചൊരു വല്ലാതെയായിരുന്നു. സ്റ്റേജിൽ കയറുമ്പോൾ പടപടപടോന്ന് അതിങ്ങനെ ഒരു വളരെ വൈകിയ സ്റ്റേജിലാണ് എനിക്ക് എൻ്റെ ശബ്ദം നല്ലതാന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത്. അപ്പോ നമ്മളുടെ പാർവതി ചേച്ചിയായിരുന്നു IFFKയിലെ ആങ്കേഴ്സിനൊക്കെ ഈ സ്റ്റേജിൽ ഓരോ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ അതിൻ്റെ പിന്നണിയിലുള്ളവരെ വിളിച്ച് ആ തിയേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആദരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അത് ഇംഗ്ലീഷ് പറയാൻ ഒരുപാട് കുട്ടികളുണ്ട്, മലയാളം പറയാൻ ആൾക്കാർ കുറവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വളരെ മുതിർന്ന കണ്ണാടി ഗോപകുമാർ, അദ്ദേഹത്തിൻ്റെ മോള് കാവേരി എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. കാവേരിയാണ് പാർവതി ചേച്ചിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പാർവതി ചേച്ചിയെ കണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണ് എന്ന് പറഞ്ഞിട്ട്, കുഴപ്പമില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞു. ഒരാളെ വിളിച്ച് എൻ്റെ കാര്യമൊക്കെ പറയുന്നു. അടുത്ത ദിവസം മറ്റോ ചന്ദ്രയാന്റെ പിന്നിൽ പ്രവർത്തിച്ച 83 സയന്റിസ്റ്റുമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. നമ്മളുടെ എൻറ്റയർ മന്ത്രിമാരും ഈ 83 ശാസ്ത്രജ്ഞരും എല്ലാവരും ഉള്ള അത് അവിടെ തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു. അത് ചെയ്താൽ മതി, അപ്പോഴത്തേക്ക് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. ഞാനിതുപോലെ എനിക്ക് പേടിയായിരുന്നു, ഞാൻ അവിടെ കയറി എങ്ങാനും തലകറങ്ങി വീഴും. പക്ഷെ കയറി ആ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ആ ഒരു വലിയ ക്രൗഡിനെ ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും ആ ഒരു പ്രോസസ്സ് അങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഫിയർ ഒക്കെ ബ്രേക്ക് ആയത്. പക്ഷെ ഇപ്പോഴും എനിക്ക് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ആങ്കറിങ്ങിന്റെ സംഭവം പറഞ്ഞപ്പോഴാണ് ഒരു എന്താ പറയണ്ടേ, ഒരു ഇന്റർവ്യൂയുടെ ചെറിയൊരു പോർഷൻ, ഒരു ഫേമസ് പൊളിറ്റീഷ്യന്റെ ഒരു പോർഷൻ മാത്രം ഇപ്പൊ 2024 യൂട്യൂബിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എന്താ പറയണ്ടേ, കുറെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തിരുന്നോ? അത് എങ്ങനെ ചേച്ചി ഫേസ് ചെയ്ത്? കാരണം ഇപ്പൊ നമുക്ക് പിന്നെയും സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആണ്, ഇങ്ങനത്തെ ക്രിട്ടിസിസം കാര്യങ്ങളൊക്കെ ഇപ്പൊ ആളുകൾ കുറേം കൂടിയും എനിക്ക് തോന്നുന്നു എക്യുപ്ഡ് ആണ് അത് ഫേസ് ചെയ്യാന്ന്. പക്ഷെ ഇപ്പൊ ഒരു ആങ്കറിംഗിന്റെ ഒക്കെ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ചേച്ചി വന്നത് കൊണ്ട് അന്ന് അത് എങ്ങനെയായിരുന്നു ചേച്ചി? അല്ല, ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് ഇതുപോലെ
എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റാം നമുക്ക്. അപ്പോൾ അങ്ങനെ തന്നെയാണ് പോയത്. പക്ഷെ വളരെ എന്താ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ വളരെ കാഷ്വലായിട്ട് വളരെ കാൻഡിഡ് ആയിട്ട് നമ്മൾ സംസാരിച്ച് അതിനുശേഷം അദ്ദേഹമായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പോരുമായിരുന്നു. ഇത് കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അതിന്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് അതങ്ങ് വൈറലായത്. അപ്പോൾ അത് മറ്റേ തഗ് ലൈഫ് ഒക്കെ ഇട്ട് തരാരൊക്കെ ഇട്ടിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് മുഴുവൻ എനിക്ക് വന്ന് എൻ്റെ ഫോണിലും ഒരുപാട് ആൾക്കാർ എനിക്ക് അയച്ചു തന്നു. ഈവൻ കോർട്ടിൽ വരെ ഞാനൊരു ദിവസം ഒരു കേസ് പറഞ്ഞിരുന്നപ്പോൾ ഈ ഒരു സാധനത്തിന്റെ മെൻഷൻ, അതിന്റെ ഒരു ഭൂതം എൻ്റെ പുറകെ കുറെ കാലമായിട്ടുണ്ടായിരുന്നു. മീൻസ് ഈ രാവിലെയും ആ ഭൂതം എൻ്റെ പുറകെ വന്നു. പക്ഷെ അന്നുള്ള സംസാരത്തില് അദ്ദേഹം ഇത് കൊള്ളാവുന്ന കുടുംബത്തിലെ പെൺകുട്ടികൾ രാത്രിയിൽ ഇറങ്ങി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് 10 മണിവരെ ഓഫീസിലിരുന്ന് ഞാനായിരുന്നു ഓഫീസ് പൂട്ടി ഇറങ്ങിക്കൊണ്ടിരുന്ന കാലമായിരുന്നു, രുദ്രപ്പൻ ഉണ്ടാവുന്നതിന് മുമ്പുള്ള സമയം. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരുപാട് സ്ത്രീകളുണ്ട് രാത്രി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ ആ വീഡിയോ ഇപ്പോഴും ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട്, കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കുറിച്ചോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട് അതിന് കൊള്ളത്തില്ല മോളെ, അങ്ങനെ ഇറങ്ങി നടക്കാൻ കൊള്ളില്ല. അപ്പോൾ ഇത് ചിലരുടെ പ്രശ്നം ഞാനിത് ചിരിച്ചുകൊണ്ട് കേട്ടു എന്നുള്ളതാണ്. നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എപ്പോഴും ഒരാള് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പൊ പാർവതി എന്നോട് സംസാരിക്കുമ്പോൾ പാർവതിയുടെ താല്പര്യങ്ങൾ, പാർവതിയുടെ ഇൻട്രസ്റ്റുകൾ, രാഷ്ട്രീയം ഒന്നും ഒരാളിലേക്ക് ഇമ്പോസ് ചെയ്യല്ല. അയാൾ ഇങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിന്റെ പേർപ്പസ് ആയിട്ട് നമ്മൾ വെക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇത് അതാണ്. പിന്നെ ഒരു 60 കഴിഞ്ഞ ആരോട് ചോദിച്ചാലും ആരെങ്കിലും പറയുമോ രാത്രി ഇറങ്ങി നടക്കണമെന്നുള്ളത്? ഞാൻ തന്നെ ഈ രാത്രിയിൽ വരെ ഓഫീസിലിരിക്കുന്നതിൽ ഇവിടെ എറണാകുളത്ത് വന്ന സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്താണ് രാത്രിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. 10 മണി കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സാഹചര്യങ്ങളിൽ കൈലാസ് എന്നെ വന്ന് ഞങ്ങൾ മുമ്പിലും പുറകിലായിട്ട് 2 വണ്ടി ഓടിച്ച് പോവുമായിരുന്നു. ഈ 10 വരെ ഇരിക്കുന്നതിന് പോലും എന്നോട് ഇവിടെയുള്ള മുതിർന്ന അഭിഭാഷകരാണെങ്കിലും ഇപ്പോൾ ഒരു ലേറ്റ് 30s തൊട്ട് മുകളിലോട്ടുള്ള ആൾക്കാരൊക്കെ അയ്യോ രാത്രിയിൽ അത്രയും ലേറ്റ് ആയിട്ട് പോകണോ എന്നുള്ളത് ചോദിക്കുന്നതാണ്. ഇപ്പൊ പോലും ആരും പറയില്ല. കഴിഞ്ഞ ദിവസം പോലും നമുക്കറിയാം ഒരു ടൂറിസ്റ്റ് ഇന്ത്യയിൽ വളരെ ബ്രൂട്ടലായിട്ട് ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഇത് സേഫ് അല്ല എന്നുള്ളതൊരു സത്യമാണ്. പിന്നെ അതൊരാൾ പറയുമ്പോഴത്തേക്കും എനിക്ക് ആ സമയത്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് സംസാരിക്കുക, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക എന്നൊക്കെ ഉള്ളതാണ്. അല്ലാതെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നിർത്തിയിട്ട് ഇറങ്ങായിരുന്നു, അതിനല്ല ഞാൻ അവിടെ പോയത്. അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പൊതുവേ എന്ന് പറഞ്ഞാൽ എന്നെ ചിരിയില്ലാതെ ആൾക്കാരെ കാണാറില്ല. ഞാൻ എപ്പോഴും വളരെ പ്ലസന്റ് ആയിട്ടിരിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പക്ഷെ എന്റെ വർക്ക് സ്പേസിൽ പോലും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ അദ്ദേഹം പറയുന്നത് വളരെ കൗതുകത്തോടെ കേൾക്കുമായിരുന്നു. എന്നോട് അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഫോണൊക്കെ ചെയ്യുമ്പോഴും എവിടെ ഓഫീസിലാണ് ഇത്രയും വൈകിയാണോ കൊച്ചി ഓഫീസിലിരിക്കുന്നത്, വീട്ടിൽ പോകാൻ നോക്ക് എന്നുള്ളത് പറയുന്നതാണ്. അത് പിന്നെ ഒരു പൊളിറ്റീഷ്യൻ പറയാമോ, ഒരു ജനപ്രതിനിധി പറയാമോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് അങ്ങനെയാണ്. 10 മണിക്ക് ശേഷം തന്നെ ഇറങ്ങി പോകുന്ന ഇപ്പൊ പോലും ഒരു വിക്ടിമിനെ ആൾക്കാർ ബ്ലെയിം ചെയ്യുള്ളൂ. അവൾ എന്തിനാ ഇറങ്ങി നടന്നത്, എന്തെങ്കിലും ഇപ്പം ഒരു സ്ത്രീനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവൾ എന്ത് ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടതാണ്. അപ്പം സ്ത്രീകളെ ബ്ലെയിം ചെയ്യാനുള്ള ഒരു പ്രവണത വളരെ കൂടുതലാണ്. അതെ, അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും ചേച്ചി വളരെ ലോയർ ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയണേ, ചേച്ചി കറക്റ്റ് ഓക്കെ പോയിന്റ് ഓഫ് വ്യൂ എന്നൊക്കെ പറയുന്ന പോലെ ഓരോത്തിനും അവതാരകരുടെ ജോലി ഇതാണ് എന്ന് കറക്റ്റ് ആയിട്ട് അതിന്റെ ക്ലാരിറ്റി ഉണ്ടല്ലോ. ഈ ക്ലാരിറ്റി ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉള്ളതാണോ? എല്ലാ കാര്യവും വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് കാണാം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അല്ല അങ്ങനെയല്ല, അതിനെ കുറിച്ചൊന്നും അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ഇത് കാണുമല്ലോ. എന്റെ സ്ഥാനത്ത് വേറൊരാളെ പാർവതി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വേറൊരു പക്ഷേ ആയിരിക്കും, ഒരു രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുക. നമ്മൾ ഇവിടെയുള്ള ചില ഭയങ്കര പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ന്യൂസ് ആങ്കേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുക. അപ്പം എണീറ്റ് പോകുന്നവരുണ്ട്, കേട്ടോണ്ടിരിക്കുന്നവരുണ്ട്, അപ്പൊ പല രീതിയിലുണ്ട്. ഞാൻ പൊതുവെ കുറച്ച് ചില സമയത്തൊക്കെ നമുക്ക് ഷോർട്ട് ടേം വേർഡ് ആവുമെങ്കിലും ഇത്തിരി കൂളായിട്ട് ഇങ്ങനെ പൊതുവെയുള്ള കാര്യങ്ങൾ കൂളായിട്ടിരിക്കുന്ന ആളാണ്. അതെ, ആങ്കറിംഗ് ഒക്കെ ഞാൻ അടിപൊളിയായിട്ട് ചെയ്ത സമയത്ത് പതിയെ ഡബിങ്ങിലേക്ക് കയറി. ഡബിങ്ങിലേക്ക് കയറാൻ പറ്റും. ഉറുമിയില് വിദ്യാബാലന്റെ, അതേപോലെ കോൾ കേസിൽ ഉണ്ടായിരുന്നു അല്ലേ, കേസില് ലക്ഷ്മിപ്രിയ ചന്ദ്രമൗലിക്ക്. അപ്പൊ ആദ്യത്തെ ഒരു ഡബിങ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിപ്പോഴും ഉറുമിയിലെ ഇത് വീഡിയോ മാത്രം ശബ്ദം മ്യൂട്ട് ചെയ്തിട്ട് പ്ലേ ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാര്യം ഒരു 3 ദിവസം എടുത്തിട്ടാണ് ഫുള്ള് ഡബ് ചെയ്യുന്നത്. എനിക്ക് ശങ്കർ രാമകൃഷ്ണൻ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ശങ്കരേട്ടൻ വളരെ ചെറുതിലെ തൊട്ടേയുള്ള കുടുംബ സുഹൃത്തൊക്കെയാണ്. പക്ഷെ പിന്നെ ഒരുപാട് നാളെ കാണാതൊക്കെ ഇരുന്നു. ഈ IFFKയുടെ വേദിയിൽ വെച്ചിട്ടാണ് പിന്നെ ഒരിക്കലും ഒരു IFFKയുടെ ക്ലോസിംഗ് സെറമണി കഴിഞ്ഞിട്ട്
ഇതുപോലെ ശബ്ദം ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. ഞാൻ അതിന് മുമ്പേയും വേറൊരു സിനിമയ്ക്ക് ഇതുപോലെ വോയിസ് ട്രൈ ചെയ്യാൻ പോയിട്ട് വർക്കാവാതെ പോകുന്നിരുന്നു. കാര്യം എൻ്റെ ഈ ഒരു ശബ്ദം നമ്മുടെ കൺവെൻഷണൽ മലയാളി പെൺകുട്ടികൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എന്താണ് കുപ്പിച്ചില്ല് വീണ് തുടങ്ങുന്ന ശബ്ദമൊന്നുമല്ല. അപ്പൊ വർക്കാവാതെ പോയിട്ടുണ്ട്. അപ്പൊ ഇതിലും നമ്മൾ ആഗ്രഹിച്ചൊക്കെ തന്നെയാണ് പോയത്. അപ്പൊ അന്ന് ട്രൈ ചെയ്യാൻ വിളിച്ചത് ജനീലിയയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എനിക്കറിയില്ല, വിദ്യാബാലനുള്ളതൊന്നും അറിയില്ല. ജനീലിക്ക് ഒട്ടും ജനീലിയുടെ ആ ക്യൂട്ട് ഫേസിന് എൻ്റെ ഈ ശബ്ദം താങ്ങുന്നില്ലായിരുന്നു. അപ്പൊ എന്നാ ശരി നിർത്തി പോവാന്നൊക്കെ വിചാരിച്ചപ്പോൾ നമ്മളുടെ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്ന നാടകത്തിലും സിനിമയിലൊക്കെ ഉള്ള കൃഷ്ണൻ ബാലകൃഷ്ണൻ, കൃഷ്ണനാണിങ്ങനെ നമുക്ക് വിദ്യാബാലനെയും കൂടെ ട്രൈ ചെയ്യാൻ നിങ്ങൾ സജഷൻ വെച്ച് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ശബ്ദം ചേരുന്നുണ്ട്. പക്ഷെ ശബ്ദം ചേരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡബിങ് എന്നുള്ള പ്രോസസ്സ് അറിയില്ല. പിന്നെ ശങ്കരേട്ടന് കൃത്യമായ മോഡുലേഷൻസ് ഇങ്ങനെ വേണം എന്നുള്ളതുണ്ടായിരുന്നു. അതിലൊരു ലീസ് പീരീഡ് എന്നുള്ളൊരു വാക്ക് എന്നെ കൊണ്ടൊരു 100 തവണ, ഞാൻ എക്സാജറേറ്റ് ചെയ്യല്ല, ഒരു 100 തവണ മിനിമം പറയിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ നമ്മുടെ എന്താണ് നമ്മുടെ മൈക്കിരിക്കുന്ന സ്ഥലവും ഇവരുടെ എഞ്ചിനീയറൊക്കെ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഇടയിൽ ഒരു ഭാഗം ഉണ്ടല്ലോ, ഞാൻ അവിടെ ഇറങ്ങി നിന്ന് കരഞ്ഞിട്ടുണ്ട്. കാര്യം എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല അത് ഞാൻ. പക്ഷെ പുള്ളി ഇങ്ങനെ എന്താണ് നമ്മളുടെ ഇടയ്ക്കാന്ന് ഇങ്ങനെ മൂറ്റിയെടുത്ത് പറയാതെ വിടില്ല എന്നുള്ള അവസ്ഥയിൽ അങ്ങനെ പറയിച്ചെടുത്തതാണ്. അത് ഈ അടുത്താണ് പെട്ടെന്നൊന്ന് വൈറലായത്. അതെ. വേറെ ഏതൊക്കെ സിനിമകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ മാതിരി കോൾഡ് കേസിൽ ലക്ഷ്മിപ്രിയയുടെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ തരംഗം എന്നുള്ള ടോവിനോയുടെ സിനിമയിൽ നേഹ അയ്യർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന് അതില് ഓമന ചേച്ചി എന്നുള്ള ക്യാരക്ടറായിരുന്നു. കുറച്ച് കോട്ടയം ഭാഷയൊക്കെ പറഞ്ഞ്. പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസും സിനിമകൾ തന്നെ മറ്റ് സിനിമകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഗരുഡനിൽ ഒരു ചെറിയ സീൻ ചെയ്തിരുന്നു. നമ്മുടെ യുവിന്റെ പുസ്തകത്തില് 1-2 സീൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് സിനിമകൾ അങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാൻ മാത്രം ഉള്ളതില്ല. പക്ഷെ ചെറിയ ചെറിയ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു സിനിമയിലുള്ള അവസരം എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അങ്ങനെ ലൈഫിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഭയങ്കര ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ. അതെനിക്കൊന്ന് ഇവരുടെ വീഡിയോസിൽ നമ്മൾ കാണുന്ന എനർജി തന്നെയാണ് ഇപ്പൊ നേരിട്ട് സംസാരിക്കുമ്പോഴുള്ളത്. അപ്പൊ ഇതൊക്കെ ചെയ്യാം. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഏജ് എന്ന് പറയുന്ന സംഭവം ഇപ്പോഴും എത്രയോ സ്ത്രീകൾ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ എനിക്കറിയുന്ന ആൾക്കാർ തന്നെ ഇന്ന കാര്യങ്ങളോ ഇനിയിപ്പോ ഈ പ്രായത്തിലാണ് ഇപ്പൊ അതൊക്കെ ചെയ്യണേ അങ്ങനെ. പക്ഷെ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സൊസൈറ്റി പറയുന്ന ഒരു സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ചെയ്യും. എന്റെ മക്കളും എന്റെ ചുറ്റുള്ള ആളുകളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ലൈഫിലൊരു ഫിലോസഫി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണോ? ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇപ്പൊ എന്തുണ്ടെങ്കിലും നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ആണ് നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുക. നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. അപ്പൊ ബേസിക്കലി പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കണേ എന്നുള്ളത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം സെറ്റ് ആണെന്നുള്ളതാണ്. പിന്നെ എപ്പോഴും അങ്ങനെ ഇപ്പം രുദ്രന്റെ വീഡിയോസ് കാണുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന ഒരു ധാരണയാണ് എപ്പോഴും അങ്ങനെയാണ്. അത് നമ്മളുടെ ലൈഫിലെ ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡോ ഒക്കെ ആയിരിക്കും. അങ്ങനെ അല്ലാതെ വിഷമിക്കുന്ന, വളരെ ആങ്ഷ്യസ് ആവുന്ന, എന്താണ് ചില സമയത്ത് പറ്റില്ല എന്ന് തോന്നുന്ന അങ്ങനെയുള്ള മൊമെന്റ്സ് എല്ലാ അമ്മമാരെ പോലെ എൻ്റെ ലൈഫിലും ഉണ്ടാവാറുമുണ്ട് റെഗുലറായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ ഈ കാണുന്ന പോലെ എന്താണ് ഫുൾ മറ്റേ പിങ്ക് ആ ഒരു വൈബല്ല എന്നുള്ളത്. വളരെ ചില സമയങ്ങളിൽ വളരെ അപ്സെറ്റ് ആവുകയും അല്ലെങ്കിൽ വളരെയധികം ആങ്ഷ്യസ് ആവുകയും എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരുപാട് ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ജനറലി കാണുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതിയിട്ട് എപ്പോഴും അതല്ല എന്നുള്ള ഒരു കാര്യം കൂടെ പറയാണ്. കാര്യം അതല്ലെങ്കിൽ പലരും വിചാരിക്കും ഇങ്ങനെ ആൾക്കാർക്ക് ആവാൻ പറ്റുന്നുണ്ട്. അതെ അതെ അതെ. ഞാനും മോന്റെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ എന്ത് ഇതായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു മെസ്സേജ് വന്നു. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് വൈസ് ഒക്കെ വളരെ ഒരു മോശം ഫേസിൽ കൂടെ കടന്നു പോകുമായിരുന്നു. മോനെ എനിക്ക് എടുക്കാനൊന്നും പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. അപ്പം ഫസ്റ്റ് ബർത്ത്ഡേയുടെ സമയത്തൊക്കെ ഞാൻ അവനിങ്ങനെ തൊട്ടുകൊണ്ട് നിന്നിട്ടാണ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുള്ളത്. പക്ഷെ ആ കാണുന്നതല്ല, സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ആക്ച്വൽ ലൈഫ്. നമുക്ക് ചിലപ്പോൾ അതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. പക്ഷെ അതിലൊക്കെ നമ്മള് എന്താണ് ഇതിന്റെ അറ്റത്തൊരു ലൈറ്റ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഇപ്പൊ ലൈഫില് ഫെയിലിയേഴ്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ ഉള്ള ടൈമില് എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നത്? എന്താണ് ആ ചേച്ചിയുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റയിൽ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ ഹസ്ബൻഡിന് ഷെയർ ചെയ്യുന്നത്. എനിക്കെല്ലാം
ഒടുവിൽ എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനു മുമ്പേ എനിക്കൊന്ന് പാനിക് ആവണം എന്നുള്ളത്. അപ്പോൾ പാനിക്കൊക്കെ ആവും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വന്നില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ അത് മാറിയിരുന്ന് കരയും. പക്ഷെ അതിനുശേഷം എങ്ങനെയെങ്കിലും നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യും. അതേപോലെ നിങ്ങളുടെ ഒരു കോംബോ, കൈലാസേട്ടനും ചേച്ചിയുടെ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നമ്മൾ എന്താ പറയുക, വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ്. അപ്പം കൈലാസേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഒരു ക്യാരക്ടർ ചോദിച്ചാൽ എന്താ പറയാ? അല്ല, പൊതുവെ ഈ നമുക്കൊരു ബാലൻസ് വേണമല്ലോ. ഇപ്പം വളരെ സമാധാനമായിട്ടുള്ള മനുഷ്യൻ. ഇപ്പം ഞാൻ ഈ പാനിക് ആവുമ്പോഴും വളരെ വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും വളരെ കൂളായിട്ടിരിക്കും, നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പം വീട്ടിൽ ഈ പറഞ്ഞ പോലെ പാനിക് ആവുന്ന, ആങ്ഷ്യസ് ആവുന്ന, ടെൻഷൻ അടിക്കുന്ന, ഭയങ്കര സ്ട്രെസ് എടുക്കുന്നേക്കാൾ ഞാനാണ്. അപ്പം അങ്ങനെയുള്ളപ്പം സമാധാനമായിട്ടുള്ള ഒരാള്, കരിങ്കലിന് കാറ്റടിച്ച പോലെ ഇരിക്കുന്ന ഒരാളുള്ളത് അതൊരു വലിയ സപ്പോർട്ടാണ്. പിന്നെ ഈ പറഞ്ഞ ഞാനിപ്പോൾ ഈ പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇപ്പോൾ ചിലപ്പം ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പം ഇല്ല എനിക്കിത് എടുക്കാൻ പറ്റില്ല, റൈറ്റ് നൗ എനിക്ക് പറ്റില്ല എന്നൊക്കെ തോന്നുമ്പോഴും ഇല്ലില്ല ചെയ്യുക. നമുക്കിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാമിലി ഫംഗ്ഷൻ വരികയാണ്, അന്ന് എനിക്ക് എൻ്റെ ഒരു നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒട്ടും ഇതില്ലാതെ അതിന് പോകൂ, അതല്ലേ പ്രധാനപ്പെട്ടൊരു കാര്യം. കല്യാണം നമ്മളില്ലെങ്കിൽ നടക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർ അങ്ങനെ സപ്പോർട്ടീവായിട്ട് നിൽക്കും എന്നുള്ളത് അറിയില്ല. അപ്പോൾ എല്ലാം ഇപ്പം എന്നെ ഡ്രൈവ് ചെയ്യാൻ, എനിക്ക് ലൈസൻസ് 18 വയസ്സിലെ ഞാൻ ലൈസൻസ് എടുത്തതാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച തന്നെ വണ്ടിയുടെ കീ തന്നിട്ട് വണ്ടി ഓടിക്കും. ഇപ്പോൾ കുറേ ആൾക്കാർ പറയൂ കൈലാസ്, ഇപ്പം ഹസ്ബൻഡ് വണ്ടി എടുത്ത് ഞാൻ വർക്ക് സ്പേസിലോട്ട് പോകുന്ന സമയങ്ങളിൽ കൈലാസ് തന്നു വിട്ടോ, തൊടാൻ സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊരു കാറാണ്, കാർ ഓടിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഒരഞ്ഞെന്നെങ്ങാനും ഇരിക്കാം, പക്ഷെ എന്ന് കരുതിയിട്ട് റിലേഷൻ അതിൻ്റെ മുകളിൽ വെക്കില്ല. അപ്പം ഇപ്പോൾ വണ്ടി ഓടിക്കാനൊക്കെ നിർബന്ധിച്ച് വണ്ടി ഓടിപ്പിച്ച് ആ ഒരു രീതിയിലാക്കിയത് നമ്മൾ ജോലി ചെയ്യുന്നതിന് വെക്കും. അങ്ങനെ വീട്ടിൽ നമ്മളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. 6 മണിക്ക് ഞാൻ ചെന്ന് ചായ ഇട്ട് കൊടുക്കും എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് ജോലിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം വലിയ എക്സ്പെക്ടേഷൻസ് ഇല്ല, സമാധാനം ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ തന്നെ അതിനെ അങ്ങനെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് പോട്ടെ. അപ്പൊ വിമൻസ് ഡേയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ മിർച്ചി വാവ് എന്ന് പറയുന്ന ഒരു ഷോ. അപ്പോ എന്ത് മെസ്സേജ് ആണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പറയാനുള്ളത്? ഇല്ലേ, ഞാൻ ഒരു സമൂഹത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് സ്ത്രീകൾക്ക് ഒരു തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നുള്ളതാണ്. എന്ത് പഠിക്കണം, എന്ത് ജോലി ചെയ്യണം, കല്യാണം കഴിക്കണമെങ്കിൽ ആരെ കല്യാണം കഴിക്കണം, ഒരാൾ പറയുമ്പം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സോറി നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയാനും, പക്ഷെ എല്ലാ രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകൾ, അമ്മയാകണമെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ, രാത്രി ഇറങ്ങി നടക്കണമെങ്കിൽ ഇറങ്ങി നടക്കാൻ, വീട്ടിലിരിക്കണമെങ്കിൽ വീട്ടിലിരിക്കാൻ, അങ്ങനെ ഏത് രീതിയിലുള്ളതാണെങ്കിലും ഇഷ്ടമുള്ള വസ്ത്രം ഇടാൻ, ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യാൻ ഒക്കെയുള്ള തിരഞ്ഞെടുപ്പുകൾക്കുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. യെസ്. അപ്പൊ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് ചേച്ചി ഫോർ ജോയിനിങ്. താങ്ക് യു പാർവതി.